അവര് പോയത് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണോ? അതെ ഭാമേ. എന്നിട്ടെന്താ എന്നോട് പറയാതെ പോയത്? അതൊരു സാധാരണ ചെക്കപ്പ് അല്ലേ ഭാമേ, എത്ര കാര്യമാക്കാനുണ്ടോ? സത്യമേ വെള്ളം ഒന്ന് കൊണ്ടുപോ പിള്ളച്ചേട്ടാ. അല്ല, സത്യമ ചോദിച്ചോണ്ടാ ഞാൻ ചോദിച്ചത് തന്നെയാ. ഇപ്പൊ പറയുന്നു കൊണ്ടുപോകാൻ. എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നോ? പിള്ളേ അതിങ്ങോട്ട് വാ, ഞാൻ കുടിച്ചോളാം. അതെ, പ്രീതിയുടെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ടെന്ന കാര്യം തൽക്കാലം സത്യം അറിയണ്ട. കാര്യം എന്താണെന്ന് അറിയാലോ. വാ. എന്നോട് എന്തോ വിരോധമുള്ള പോലെ എല്ലാവർക്കും. ഒരു കാര്യം ഞാൻ അറിയുന്നില്ലല്ലോ. എന്ത് വിരോധമാണ്? സുഷ് എന്ത് പറ്റി മോളെ? അത് ചെറിയൊരു ആക്സിഡന്റ് അച്ഛാ. കാര്യമായിട്ടൊന്നും പറ്റിയില്ല. റോഡിൽ കൂടി നടക്കുമ്പോഴേ മാനത്ത് നോക്കി നടക്കരുത്. നടന്ന ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കും. അമ്മേ, ഇവളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അതിന്റെ പഴി ഞാൻ തന്നെ കേൾക്കണ്ടേടാ. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? എടി നിന്നോടാ ചോദിച്ച എന്തായിന്ന്. ഈ ലിസ്റ്റിലെ സാധനങ്ങൾ വേണം. വിജയാമ്മയ്ക്ക് സുഖമുണ്ടോ മോളെ? കുഴപ്പമില്ല. അറ്റാക്ക് വന്നതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് കാണാറില്ല. ഒരുപാട് നാളായി കണ്ടത് കഴിഞ്ഞ ദിവസം ഇവിടെ എലിവിഷം വാങ്ങിക്കാൻ വന്നപ്പോഴാ. എലിവിഷോ? ആ, എലിവിഷം തന്നെ. ഭയങ്കര എലിശല്യമാണെന്നാ പറഞ്ഞത്. പുതിയൊരു കമ്പനിയുടെ സാധനമാണ് ഞാൻ കൊടുത്തത്. എലിയെ കിട്ടിയോ മോളെ? എലിവിഷം? ഞാൻ പറഞ്ഞു തന്ന അവിയലിന്റെ കൂട്ടില് എവിടെയാടി അത്? വീടിത്തിരി പഴയതാണെങ്കിലേ ഞങ്ങൾ എലിവിഷം ഒന്നും വാങ്ങാറില്ല. എനിക്കാണെങ്കിൽ ആ സാധനം കൈകൊണ്ട് തൊടുന്നത് പോലും പേടിയാ. അതുകൊണ്ടാണ് ഞങ്ങൾ 3-4 പൂച്ച ഇവിടെ വളർത്തുന്നത്. ജീരകം ഉണ്ടാവില്ല, തീർന്നിരിക്കുക. നിങ്ങൾ എന്താ പറഞ്ഞ? എന്റെ ഹൃദയം പണ്ടേ പോയി. അയ്യോ അയ്യോ, ഇപ്പൊ നട്ടെല്ലും പൊട്ടി. എന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളാതായേ. അയ്യോ അയ്യോ, പതുക്കെ പറ, നാട്ടുകാരി കേൾക്കും. കേക്കട്ടടാ, നാട്ടുകാരറിയട്ടടാ നിന്റെ ഭാര്യയുടെ ഗുണം. അയ്യോ, എന്നെ എവിടെ ഇട്ട് തല്ലിക്കൊന്നാലും ചോദിക്കാൻ ഒരു പട്ടിയില്ലാതായി പോയല്ലോ എന്റെ ഭഗവതി. അയ്യോ, എന്റെ രാഘേട്ടനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരുമായിരുന്നോ? അമ്മയൊന്നും മിണ്ടായിരിക്കമ്മേ. ഞാൻ മിണ്ടൂടാ, മിണ്ടും. നിന്റെ കെട്ടികൾ എന്നെ തല്ലിക്കൊല്ലുന്നത് നോക്കി നിക്കത്തേ ഉള്ളു നീ അല്ലേ? അപ്പോഴും ഞാൻ മിണ്ടാതിരിക്കണം അല്ലേടാ? എനിക്ക് സൗകര്യമില്ലടാ. അയ്യോ, ഇവളെന്ത് കാര്യത്തിനാ നിന്റെ മുന്നിലിട്ട് എന്നെ ഇങ്ങനെ ചവിട്ടുന്നേ? അയ്യോ, നിന്റെ ശമ്പളം വാങ്ങിച്ചെടുക്കാൻ പറ്റാത്ത എന്റെ ദണ്ണ ഉണ്ട് ഇവക്കെന്ന് പറഞ്ഞിരുന്നല്ലോ.
ഇവിടെ ആർക്കും ഒരു സങ്കടവും ഇല്ല. എന്റെ ജീവൻ കിടക്കാൻ 4 പറ്റി ചോദിച്ചതിനാണോടാ അവൾക്ക് ഇത്രയും പ്രശ്നം? അയ്യോ അയ്യോ, പ്രായമായി പോയി. ഇല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി ചേട്ടനെ വിളിച്ചോണ്ട് ഞാൻ റോഡിലേക്ക് ഇറങ്ങിയേനെ. ഇറങ്ങി പോകാൻ പറ സാറേ. അർജുൻ ശങ്കറിന്റെ ജീവിതത്തിൽ ഇനി പ്രീതിയില്ല. മാനമിടിഞ്ഞാലും കടലോ കാടോ ഇളകി വന്നാലും ഈ കല്യാണം നടന്നിരിക്കും. എന്ത് വില കൊടുത്തും ആ വിവാഹം തടയണം. അല്ലെങ്കിൽ പാവം പ്രീതിയുടെ ജീവിതം തകരും. ഇയാളിപ്പോ എന്താ ഇവിടെ ചെയ്യുന്നേ? പാചകം. അല്ലാതെ ഇപ്പൊ എന്താ അടുക്കളയില്? അല്ല, ഈ അവസ്ഥയിൽ ഇയാൾ എങ്ങനെ ഇവിടെ പാചകം ചെയ്യുന്നേന്ന്? അതൊക്കെ ചെയ്യും മാഷെ. അതാ പെണ്ണുങ്ങളുടെ ഒരു മിടുക്ക്. അതെ, ആ മിടുക്ക് ഇപ്പൊ തൽക്കാലം വേണ്ട കേട്ടാ. ഇന്നേ നമുക്ക് ഹോട്ടലിൽ നിന്ന് വരുത്താം ഭക്ഷണം. വേണ്ട മാഷെ, ഇതേ പ്രീതിക്ക് കൂടി കഴിക്കേണ്ട ഭക്ഷണം. അവളുടെ വയറ്റിലെ കുഞ്ഞ് ആരോഗ്യത്തോടെ വളരണം. വിഷവും അജിനോമോട്ടെ ഒന്നും വേണ്ട. അല്ല, ഇവിടെ ഒരു ജോലിക്കാരുണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരെവിടെ? പൊന്നിക്ക് പനിയാ. ചേട്ടാ, എന്നാലും താനിങ്ങനെ. അതെ, ഒരു കാര്യം ഞാൻ ചെയ്യാം. മാറി, ഞാനൊരു കൂട്ടം കാണിച്ചുതരാം. ഇയാളോ നേരെ ചൊവ്വയൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല. എന്നിട്ടാ അതെ, അങ്ങനെ ഇയാളങ്ങനെ വില കുറച്ച് കാണുന്നു വേണ്ട. ഞാനേ ഈ ട്യൂഷൻ ഉണ്ടല്ലോ, ട്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനും ചെയ്യും. ട്യൂഷന്? ആ, ഈ പാചകത്തിന്റെ ഒക്കെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ട്യൂഷൻ ഇല്ലേ, അതന്നെ. പക്ഷേ അതിപ്പോ എവിടെ കിട്ടാനാ? ഇയാളെ ക്ലാസ് എടുത്താ മതി. പാചകത്തിന് പിന്നെ കുടുംബശ്രീയുടെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ. ഏത്? ആ, ആലോചിക്കാവുന്ന കാര്യമാണ്. ആ, എന്നാ പിന്നെ തുടങ്ങിക്കണേ. എന്താ ഉണ്ടാക്കട്ടെ, പറഞ്ഞോളൂ. ശരി, എന്നാ അവിയലായിക്കോട്ടെ. ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലേ? ഇതുകൊണ്ട് മാത്രമല്ല, ദാ, അതും കൂടി. ഓക്കെ. ആ, പറഞ്ഞോളൂ. ഇനിയിപ്പോ ഇതിന്ന് എന്നാ തുടങ്ങണ്ടേ? ഇതിൽ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ആയിക്കോട്ടെ, തുടങ്ങാം. ഇതൊക്കെ സിമ്പിൾ അല്ലേ? എനിക്ക് അത് ടെൻഷൻ. നന്ദിയുണ്ട് ഈ സ്നേഹത്തിന്, കരുതലിന്, ഈ കാവലിന്. കരയാ? സന്തോഷം കൊണ്ട. ഈ പുണ്യം എനിക്ക് തന്നെ കിട്ടിയതിന്. ഇവിടെ തന്നെ കിട്ടാൻ ഞാനല്ലേ പുണ്യം ചെയ്തത്. കരയല്ലേ? ഈ മുഖം ഉണ്ടല്ലോ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം. സുസ്മിത, വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ. ഞാൻ പറയട്ടെ, സുസ്മിത, വാതിൽ തുറക്കാൻ. മര്യാദയുടെ ഭാഷ നിനക്ക് മനസ്സിലാവില്ലല്ലോ. സുസ്മിത, വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ. സുസ്മിത, സുസ്മിത, തുറക്കും, വാതിൽ തുറക്കാൻ.
മണ്ടത്തരമായല്ലോ. അറിയാതെ വന്ന് അബദ്ധത്തിൽ ചാടി. ഞാൻ സൂക്ഷിക്കേണ്ടതായിരുന്നു. അവിടെ ഒരാള്. ആണോ? എവിടെ എവിടെ? എന്റെ റൂമിൽ കയറി വന്ന ആന്റി. അയ്യോ, എന്നെ കടന്നു പിടിച്ചു. അയ്യോ, കടന്നു പിടിച്ചെന്നോ? ആര്? എനിക്കറിയില്ല ആന്റി. മുഖം മൂടി വെച്ചിരിക്കായിരുന്നു. അയ്യോ, എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാ. ഒരു വിധത്തിൽ അവനെ തള്ളി മാറ്റി റൂം പൂട്ടിയിട്ടാ ഞാനിപ്പോ വരുന്നേ. ഇല്ലെങ്കിൽ അവൻ എന്നെ നശിപ്പിച്ചാൻ ആന്റി. എന്റെ ഈശ്വര. വിഷ്ണു, ആ പിസ്റ്റൾ ഇങ്ങോട്ടേക്ക് വേഗം വേഗം. അമ്മേ, സത്യഭാമിയുടെ വീട്ടിൽ കയറി വന്ന് ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈവെക്കാൻ ധൈര്യം കാട്ടിയവൻ പട്ടിയെ പോലെ വെടികൊണ്ട് ചാവണോ എന്ന്. നിനക്കർഹിക്കുന്ന വിധി അത് തന്നെയാ രോഹിത്. പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ രക്ഷപ്പെട്ടു പോയിക്കോളാൻ. എന്നിട്ടും നീ ചോദിച്ചു വാങ്ങുന്നതാ ഇത്. ഇനി അനുഭവിച്ചോ. റൂമിലെത്തി രോഹിത്തിന്റെ മുഖം കാണുമ്പോ വിഷ്ണുവേട്ടന്റെ റിയാക്ഷൻ എനിക്കൊന്ന് കാണണം. അവനെ വെറുതെ വിടാൻ പാടില്ല ആന്റി. എന്ത് ധൈര്യം അവൻ ആന്റിയുടെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ കാണിക്കാൻ. എനിക്ക് ഭാഗ്യം ഉണ്ടായതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ അവൻ നശിപ്പിക്കില്ലായിരുന്നോ? അയ്യോ, എന്താ എന്തു പറ്റി? അമ്മ പോവാം. നീ തോക്കിങ്ങതാ. അല്ലമ്മ ഞാൻ വേണ്ട. ഞാൻ ഇവിടെ തരാനല്ലേ പറഞ്ഞത്. വേഗം പറയടി, കൊല്ലാനായിട്ട് എന്റെ അമ്മയുടെ കൈ ധരിച്ചിട്ട് പാടില്ല. ഏയ്, നീ കണ്ടുന്നല്ലേ പറഞ്ഞേ? പറ. താഴെയുണ്ടോ? എവിടെ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ എന്താ സംഭവം? ആരോ മുറി കയറിയിട്ടേ സുസ്മിതനെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു അത്രേ. ഞാൻ പുറത്തുണ്ടായിരുന്നു. വെളി നേരം വന്നത് കണ്ടില്ലല്ലോ. അപ്പോ ഇതേ അത് തന്നെയാ സംഭവം. ഹിസ്റ്റീരിയ. ഹിസ്റ്റീരിയോ? അതെ സത്യാമ്മേ. ഇല്ലാത്ത കാഴ്ചകൾ മുന്നിൽ കാണുന്ന ഒരു മനോരോഗത്തിന്റെ പേരാ അത്. ഇല്ലാത്ത പുലിയും കടുവയൊക്കെ ഈ അസുഖമുള്ളവർ നേരിൽ കാണും. അതിനെ കണ്ട് പേടിച്ചോടുകയും ചെയ്യും. സത്യത്തിൽ അവരുടെ മനസ്സിൽ സങ്കല്പിച്ചുണ്ടാക്കുന്നതാ അത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചതുപോലെ ഹിസ്റ്റീരിയ രോഗികൾക്ക് തോന്നും. ആന്റി, ഇവളെനിക്ക് ഭ്രാന്താന്നാ പറയുന്നേ. ഭ്രാന്താണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു മനോരോഗം. അസുഖം ഉണ്ടാവുന്നത് ഒരു തെറ്റൊന്നുമല്ല. ചികിത്സിച്ച ഭേദമാക്കാവുന്നതല്ലേ ഉള്ളൂ. അമ്മ, ശാലിനി പറയുന്നതിൽ കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഈ റൂം പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു അല്ലേ? ദേ, ഈ രണ്ട് ജനലുകൾ തുറന്നിട്ടുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അന്തരീക്ഷത്തിൽ അങ്ങോട്ട് മാഞ്ഞു പോയാ. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. മുമ്പേ ഇവള് റോഹിത്തിന്റെ മുറിയിൽ കയറി തല്ലുകൊണ്ടതും ഈ എന്താ പറയാ ഈ ഹിസ്റ്ററിയുടെ ഭാഗമായിരിക്കും. എനിക്കത് തോന്നുന്നത്. അതിപ്പം സാധ്യതയില്ലാതില്ല. ഏതെങ്കിലും മായക്കാഴ്ച മുന്നിൽ കണ്ടായിരിക്കും ഇവള് രോഹിത്തിന്റെ മുറിയിലേക്ക് പോയത്. പക്ഷെ താൻ എഴുന്നേറ്റ് പോയ കാര്യം ഓർമ്മയില്ല ഇവൾക്ക്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖത്തിന്റെ പേര് സോംനാംബുലിസം എന്നാ. ആന്റി, ഇവര് പറയുന്നത് കേട്ടില്ലേ? മോള് വിഷമിക്കണ്ട, നമുക്കത് ചികിത്സിച്ച് നേരെയാക്കാം. നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണാം. ആന്റി,
നല്ല മിടുമിടുക്കിയായേ നിന്നെ ഞാൻ സാറിലേക്ക് തിരിച്ചു കൊടുക്കൂ കേട്ടോ. ഇപ്പൊ നമുക്ക് പോവാം, വാ. സത്യമേ, പിന്നെ വേറൊരു കാര്യം കൂടി. അല്ല, നമ്മള് സുസ്മിതയുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കല്ലേ. ഈ അസുഖത്തിന്റെയും ചികിത്സയുടെയും കാര്യമൊന്നും പുറത്താരും അറിയണ്ട. ഒരു മനോരോഗിയെ വിവാഹം കഴിക്കാൻ ആരും തയ്യാറാകത്തില്ല. അത് ശരിയമ്മ, അത് ശരിയമ്മ. ആരും അറിയാതെ നോക്കാം. മോളെ സുസ്മിത വന്നേ. വാ ആന്റി. ശരിക്കും ഇവൻ റൂമിലേക്ക് വന്നില്ലായിരുന്നോ? ഇവനുമായി സംസാരിച്ചെന്നും റൂമിൽ പൂട്ടിയിട്ടെന്നും ഒക്കെ എനിക്ക് തോന്നിയതാണോ? അല്ലെങ്കിൽ ഇവര് പറയുന്നത് പോലെ ഇവനെങ്ങനെ പുറത്തുനിന്ന് വരുന്നത്? എന്താ മോളെ ഒരു ആലോചന? സൂക്ഷിച്ചു പോണേ. വിഷ്ണുവിന് മനസ്സിലായില്ലേ? എന്ത്? ഈ റൂമിൽ സുസ്മിത ഒരാളെ പൂട്ടിയിട്ടെന്നുള്ളത് സത്യം തന്നെയാ. അതവളുടെ തോന്നലൊന്നും അല്ല. അതെനിക്ക് മനസ്സിലായില്ല. രോഹിത്തിന് വേണ്ടിയിട്ടുള്ള സുസ്മിതയുടെ ട്രാപ്പായിരുന്നു അത്. സംഗതി നടന്നില്ലെന്ന് മാത്രം. അല്ല, എന്ത് ട്രാപ്പ്? പേഷ്യന്റിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ ഡോക്ടർ. ഡോക്ടർ, വിവരം പുറത്താരും അറിയരുതെന്നൊരു അഭ്യർത്ഥനയുണ്ട്. സുസ്മിത മട്ടുപ്പാവ് തന്നെ ഉണ്ടല്ലോ അല്ലേ? നമ്മളിങ്ങോട്ട് പോരുമ്പോ അവൾ അവിടെ നിൽക്കുന്നത് കണ്ടല്ലേ? ശരിക്കും അവനവിടെ കാറ് കഴുകുന്നുണ്ടോ അതോ അതെന്റെ തോന്നലാണോ? അപ്പൊ ടേക്ക് ഓഫ് തുടങ്ങുക വിഷ്ണുട്ടാ. ഇതാണേ കറക്റ്റ് ലാൻഡ് ചെയ്യണേ. 3, 2, 1. കാണുമ്പോ എന്റെ മനസ്സ് എത്രമാത്രം പൊള്ളിപ്പിടയുന്നുണ്ടെന്നറിയാവോ? ജോലിയൊന്നും ചെയ്യേണ്ട ആളല്ല രോഹിത്തേട്ടൻ. രോഹിത്തേട്ടനെ സ്നേഹിച്ച് വഞ്ചിച്ച പെൺകുട്ടി ഒരു പമ്പര വിഡ്ഢി തന്നെ. എത്ര ജന്മം തപസ് ചെയ്താലാ രോഹിത്തേട്ടനെ പോലുള്ള ഉത്തമനായൊരു ഭർത്താവിനെ ഒരു പെണ്ണിന് ലഭിക്കുക? രോഹിത്തേട്ടനെ വഞ്ചിച്ചതിന് അവക്ക് ഉറപ്പായും ദൈവം ശിക്ഷ കൊടുക്കും. ആ വഞ്ചിക്ക് മറന്നേക്ക് രോഹിത്തേട്ട. രോഹിത്തേട്ടനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, രോഹിത്തേട്ടന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടി ദാ ഏട്ടന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. സുസ്മിതയ്ക്ക് രോഹിതിനോട് പ്രേമമാണോ? രോഹിത്തേട്ടൻ ഇതിന് ഉറപ്പായും മറുപടി തരണം. എന്നെ നിരാശപ്പെടുത്തുന്ന ഒരു മറുപടി ആകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തകർന്നു പോകും. ഓ, അപ്പൊ കാര്യങ്ങൾ അത്ര വരെ എത്തിയോ?
എന്തിനാ എന്നെ പല്ലിളിച്ച് കാണിക്കുന്നെ? കത്ത് എന്റെ കയ്യിലാ കിട്ടിയെന്ന് അറിഞ്ഞിട്ടും അവൾക്കൊരു കൂസലും ഇല്ലല്ലോ. അത്രയ്ക്ക് അസ്ഥി പിടിച്ച പ്രേമോ? നോക്കാം. അതെ, ക്ലൈമാക്സ് എന്താവും? വാ നമുക്ക് നോക്കാം. ഭാമാൻഡി, ആന്റിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? അത് ആ രോഹിത്തിനെ പറ്റിയാ. ആഹാ, അയാളെ ഇവിടെ ഡ്രൈവറായിട്ട് നിർത്തണ്ട ആന്റി. രോഹിത്തേട്ടനെ ഡ്രൈവറുടെ വേഷത്തിൽ കാണുമ്പോ എന്റെ മനസ്സ് എത്രമാത്രം പൊള്ളിപ്പിടയുന്നുണ്ടെന്നറിയാവോ? ആ ശല്യത്തെ ഒഴിവാക്കാൻ ഇനി ഇതേ ഉള്ളൊരു വഴി. അതെന്താ, നിനക്ക് അവനെ ഇഷ്ടമല്ലേ? പാവം, മനസ്സിലുള്ളത് തുറന്നു പറയാൻ അവൾക്ക് ധൈര്യമില്ല. ഇവൾക്ക് കുറച്ചുകൂടെ ധൈര്യം ഉണ്ടാവുന്ന ഞാൻ കരുതിയേ. പ്രേമത്തിന്റെ കാര്യം വരുമ്പോ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാ. ആരാ? താഴെ ആരോ വന്നിട്ടുണ്ടല്ലോ. അവന്റെ മുഖം കണ്ടിട്ട് സുസ്മിത ആവാനാ സാധ്യത. ഇങ്ങനെ നിനക്കെന്താ ഇവിടെ കാര്യം? അതിഥികൾ വരുമ്പോ ഇങ്ങനെയാണോ സത്യഭാമയെ സ്വീകരിക്കേണ്ടത്? ആണോ രാഘവേട്ട? വസുമതി ഇങ്ങോട്ടിരിക്കാം. കണ്ടില്ലേ, അത് അന്തസ്, തറവാടിത്തം. ശത്രുക്കളോട് പോലും ഇങ്ങനെ വേണം പെരുമാറാൻ. പൊന്നി, എനിക്കൊരു ചായ എടുക്കൂ. പൊന്നി, പോയി ചായ എടുക്കും. ആ പൊന്നി, ഏലക്കായൊക്കെ ഇട്ട് നല്ല ഞെരുപ്പനായിട്ട് എടുത്തോണേ. ഈ വരുന്ന 1-ാം തീയതി തെക്കുംകൂർ കോവിലകത്തെ ഗോപികൃഷ്ണന്റെയും അംബാലിക കുഞ്ഞമ്മയുടെയും മകൾ റോഷ്നിയാണ് വധു. മുഹൂർത്തം 11:30. ആൽത്തറ അമ്പലത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലും തുടർന്നുള്ള സദ്യയിലും സകുടുംബം പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
വിവാഹക്ഷണ പത്രിക സ്വീകരിക്കാതിരിക്കുന്നത് ഒരു മര്യാദകേടാണ്. തറവാട്ടുകാരത് ചെയ്യില്ല. പിള്ളേർ ഇതങ്ങ് വാങ്ങിച്ചോ. എല്ലാവരും ക്ഷണം സ്വീകരിച്ച് സമയത്തിന് തന്നെ എത്തുമെന്ന് കരുതുന്നു. സമയത്ത് തന്നെ എത്തുമെന്ന് പറഞ്ഞേക്ക് പിള്ളേ. പക്ഷെ നീ ക്ഷണിക്കാത്ത ഒരാൾ കൂടി ഉണ്ടാവും. ദേ ഇവളുടെ കൂടെ, ഇവളുടെ ഭർത്താവ്. എന്റെ മകൾ അന്ന് സുമംഗലിയായിരിക്കും വസുമതി. ചായ. നല്ല ചായ. അപ്പൊ പോട്ടെ സത്യഭാമേ. ഇനി ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ശാരദാമ്മേ. സാറേ. ശാരദാമ്മേ, ഞാൻ പോവാ. അവളെന്തു പറഞ്ഞു മോനെ? പ്രതീക്ഷേന്റെ വിരുദ്ധമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാനീ കാലം വെച്ച് ഇവിടം വരെ വരേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. അവളോട് സംസാരിച്ച എന്റെ നിയന്ത്രണം പോവും. അതാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്. അപ്പൊ കൂടെ ജീവിക്കുന്ന ഞാനോ ശാരദാമ്മേ? സിനിമയിലേക്ക് ക്ലൈമാക്സിങ് കണ്ടിട്ടില്ലേ? കഠിനമായ യാതനകളും എതിർപ്പുകളും മറികടന്ന് നായകനും നായികയും കല്യാണം കഴിച്ചു കഴിഞ്ഞാ അത് ശുഭം. സത്യത്തിൽ ജീവിതം അവിടെ തുടങ്ങുന്നേ. ഭർത്താവിനെ തനിക്ക് മാത്രം സ്വന്തമാക്കി വെക്കാൻ നോക്കുന്ന ഭാര്യ, മകനെ വിട്ടുകൊടുക്കാതിരിക്കാൻ എന്തായുധം എടുക്കുന്ന അമ്മ, അവരുടെ യുദ്ധതന്ത്രങ്ങൾക്കിടയിലെ ബലിയാടാണ് പിന്നെ പുരുഷൻ. സത്യത്തിൽ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്താ ശാരദാമ്മേ മറ്റൊരു പെണ്ണിനെ അംഗീകരിക്കാൻ ഇത്ര മടി? കോളേജ് ഹോസ്റ്റലിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൺകുട്ടികള് 6 പേര് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഒരു കുടിസ് റൂമിൽ കിടന്നുറങ്ങും. ലേഡീസ് ഹോസ്റ്റലിലാണെങ്കിലോ ഒരു ഫുട്ബോൾ കോർട്ടിന്റെ അത്ര വലിപ്പമുള്ള മുറിയാണെങ്കിലും 2 പെൺകുട്ടികൾ താമസിക്കുമ്പോ ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിക്കാത്തതിനും നിലം തൂത്ത് വൃത്തിയാക്കാത്തതിനും പരസ്പരം വഴക്കും തമ്മിലടിയോ? ഈ വീടെന്ന് പറയുന്നത് ഒരു സ്വർഗം ആവേണ്ടതാ. ഒരു ദിവസത്തെ അലച്ചിലിനും അന്നം തേടലിനും ശേഷം പുരുഷൻ വന്ന് കയറുന്നിടം. അപ്പൊ ചോദിക്കും, അത്ര സമയം ഞങ്ങൾ അടുക്കളയിൽ തീ ഊതിയില്ലേ, പുക ഉണ്ടില്ലേന്നൊക്കെ. ആ തീയും പുകയൊക്കെ വന്നു കയറുന്ന പുരുഷന്റെ നെഞ്ചിലേക്ക് കുടഞ്ഞിടരുതെന്നേ പറയുന്നുള്ളൂ. ശാരദാമ്മേ, ഞാൻ ഒരു മെയിൽ ഷോവനിസ്റ്റ് ഒന്നും അല്ല. പുരുഷനും ഒരു മനസ്സുണ്ടെന്ന് പെണ്ണുങ്ങൾ വിചാരിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അത് അമ്മയായാലും ഭാര്യയായാലും. എല്ലാത്തിന്റെ ഇടയപ്പെട്ട് വലഞ്ഞിട്ട് അമ്മ വേണ്ടെന്ന് വെച്ച് അവൻ ഭാര്യക്കൊപ്പം ഇറങ്ങിയാലോ? അവൻ പെൺകോന്തനായി. ഇനി ഭാര്യ വേണ്ടെന്ന് വെച്ച് ഡിവോഴ്സ് വാങ്ങിക്കാന്ന് വെച്ചാലോ? സ്ത്രീ പീഡകൻ, സാമദ്രോഹി. ഇനി സ്ത്രീയാണ് ഡിവോഴ്സ് ചോദിക്കുന്നെങ്കിൽ
പുരുഷാധിപത്യ സമൂഹത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ സാമദ്രോഹി. ഹ. ഞങ്ങൾ ആണുങ്ങളൊക്കെ എന്താ ശാരദാമ്മ ചെയ്യണ്ടേ? ഞാൻ ശാരദാമ്മയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. കഴുത്തി താലി കെട്ടിയവൻ പിടച്ചു വീഴാൻ പോയിട്ട് ആ ഓട്ടോ ഡ്രൈവർ കാണിച്ച മനസാക്ഷി പോലും നീ കാണിച്ചില്ലല്ലോടി. രാജീവ് സാർ പറഞ്ഞൊക്കെ നേരാ. നിന്റെയൊക്കെ മനസ്സ് കരിങ്കല്ലടി. ആ സാർ എന്ത് പറഞ്ഞെന്നാ? സാർ ഇനി പറയാനൊന്നുമില്ല. എല്ലാം ഞാൻ കേട്ടോണ്ട് നിന്നു. കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. ഓ അപ്പോ ഓട്ടോ വരാനല്ല, മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ വേണ്ടിട്ടാ സാർ ഇത്രയും താമസിച്ചത്. ആണെങ്കി കണക്കായി പോയി. നീ തനിയെ അങ്ങ് പൊട്ടിമുളച്ചൊന്നും അല്ലല്ലോ. ഭൂമിയിൽ അങ്ങനെ ആരും തനിയെ പൊട്ടി മുളയ്ക്കുന്നില്ലമ്മേ. ഇടി. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ ഓരോരുത്തരുടെയും ജീവിതം അവര് തന്നെയാ ജീവിക്കുന്നത്. അപ്പൊ നേർവഴി കാട്ടിത്തരാൻ അമ്മ വേണ്ടെന്നർത്ഥം. അമ്മ എന്ത് വഴി കാട്ടി തന്നൂന്നാ? പേരുവഴിയോ? ക്ഷമിച്ചും സഹിച്ചും ത്യാഗം ചെയ്തും ഒരു കുടുംബജീവിതം നടത്തുന്ന ഒരാളാണെങ്കിൽ പറയുന്നതിലൊരു അർത്ഥമുണ്ട്. അച്ഛനെ കണ്ട ഓർമ്മ മാത്രമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് ആൺതുണയില്ലാത്ത അടുക്കളയിൽ തീ ഊതാൻ ശാരിക കിട്ടില്ലമ്മേ. ശാരദാമ്മേ, ആരെയും ഒന്നും പ്രതീക്ഷിക്കരുത്. നന്ദിയോ കടപ്പാടോ ഒന്നും. മക്കളായാലും മാതാപിതാക്കളായാലും. അമ്മ എന്ത് വഴി കാട്ടി തന്നൂന്നാ? പേരുവഴിയോ? നിന്നെപ്പോലെ മീശ മുളച്ചു തുടങ്ങുന്ന പയ്യന്മാർക്ക് എന്ത് ചെറ്റത്തരവും കാണിക്കാൻ പട്ടയം പതിച്ചു കിട്ടിയ ഭൂമിയാന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോടാ മോനെ. ഇതൊക്കെ ചോദിക്കാനും പറയാനും താൻ ആരാ? ഞാൻ ആരാന്നറിയണോ? തന്ത. നിന്റെ അല്ല, ഈ നിൽക്കുന്ന എന്റെ മോളുടെ. നിനക്കും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ആളുണ്ടെങ്കിൽ അയാളോട് പോയി പറയടാ, ഗോപാലകൃഷ്ണൻ നിന്നെ തല്ലീന്ന്. ബാക്കി എന്തേലും സമ്മാനം സ്വീകരിക്കാനുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് കൊടുത്തോളാം. ഞങ്ങൾ തരപ്പടിക്കാര് തമ്മിലാവട്ടെ കളി. ഇതും നട്ടല് നേരെയാവാൻ പ്രായമായിട്ടില്ലാത്ത നിനക്കുള്ളതല്ല, അയാൾക്കുള്ളതാ. നിന്നെയൊക്കെ ചൊല്ലും വിളിയുമില്ലാതെ വളർത്തിയതിന്, അപ്പനാവാൻ പ്രായമുള്ള ഒരാളെ ഡാന്ന് വിളിച്ചതിന്. അവരുടെ ഒന്നും ആവശ്യം വരില്ലടോ. തന്നെടുത്ത് കൊടുക്കാനേ ഞങ്ങളൊക്കെ തന്നെ ധാരാളം ചോര വീഴും ഈ ക്യാമ്പസില്. എന്നാലൊന്ന് കാണട്ടടാ. തല പെരുക്കുന്ന മരുന്നിന്റെ ലഹരിയില് നീയൊക്കെ ചോര വീണേ കണ്ടിട്ടുള്ളൂ. ജീവിക്കാനുള്ള പെടാപ്പാടിൽ പയ്യബോധത്തിൽ തെരുവീന്ന് ചോര വീഴ്ത്തി തുടങ്ങിയതാടാ ഈ ഗോപാലകൃഷ്ണൻ. അതൊക്കെ നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ. തന്തയ്ക്ക് പിറന്നവന്മാരുണ്ടെങ്കിൽ വാടാ, വാടാ. മോളിങ് വന്നേ, വാ മോളെ, വാ.
എന്താ മോളെ നീ രാത്രിയില്? ഒന്ന് രണ്ട് കാര്യങ്ങൾ അമ്മയായിട്ട് ആലോചിക്കാനുണ്ടായിരുന്നു. വൈകാതെ പോവുകയും വേണം. അവിടെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു കിടക്കാം. എന്റെ രണ്ടാമത്തെ മോളാ ശാലിനി. ആ കളക്ടറാവാൻ പഠിക്കുന്നെന്ന് പറഞ്ഞ? ആ അതെ. അമ്മേ, ഇതാരാ? അമ്മയെ പോലെ ഒരാള്. ആരോരും ഇല്ലാതെ തെരുവിലൂടെ അലഞ്ഞുകൊണ്ടിരുന്നതാ. അമ്മ കൂട്ടിക്കൊണ്ടിങ്ങ് പോന്നു. നിന്റെ ചേച്ചിക്കും അനിയത്തിക്കും ഒന്നും പിടിച്ചിട്ടില്ല. എന്റെ അമ്മ നല്ലതേ ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ അമ്മയും എനിക്ക് സ്വന്തം അമ്മയെ പോലെ തന്നെയാ. അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്റെ കൂടെ. അയ്യോ കുഞ്ഞെ, എന്താ മോളി കാണിക്കുന്നേ? മോളെ അനുഗ്രഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എന്നാലും അമ്മയുടെ പ്രാർത്ഥന എന്നും മോളുടെ കൂടെ ഉണ്ടാവും. അമ്മ, ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. കൊള്ളാം. കോളേജിൽ എന്തായാലും ഇനി ആരും നിന്നെ തൊടാനായിട്ട് ധൈര്യപ്പെടില്ല. ഇതൊക്കെ വിചാരിച്ച് ഇനി അഹങ്കരിച്ചേക്കല്ലേ. മര്യാദക്കിരുന്ന് പഠിച്ചോണം. ആ അതൊക്കെ ഞാൻ ഏറ്റു കുഞ്ഞേച്ചി. മോളെ, സത്യമ്മയുടെ വീട്ടിലെന്താ കുഴപ്പം? അവിടെ പതിവ് കുഴപ്പങ്ങളൊക്കെ തന്നെയുള്ളൂ. പക്ഷെ പ്രീതിയുടെ കുഞ്ഞിന്റെ കാര്യം ഓർത്ത് ഇപ്പൊ ഒരു സമാധാനക്കേട് കൂടിയായി. ഒരു വശത്ത് അർജുനേട്ടന്റെ കല്യാണാലോചന മുറുകി വരിക. വസുമതി ആന്റി ആണെങ്കിൽ വെഡിങ് കാർഡ് അടിച്ച് വിതരണവും തുടങ്ങി. ഗർഭിണികൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണല്ലോ. പക്ഷെ ഒന്ന് ചിരിക്കാൻ പോലും കഴിയുന്നില്ല ആ പാവം പ്രീതിക്ക്. പ്രീതിയുടെ പ്രസവത്തിന്റെ കാര്യോർത്ത് സത്യം പറഞ്ഞ നല്ല ടെൻഷൻ ഉണ്ടമ്മേ. സുസ്മിത എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നത് വരെ പ്രീതി ഗർഭിണിയാണെന്ന കാര്യം സത്യമ്മ അറിയാതിരിക്കുകയും വേണ്ടേ? കുഞ്ഞു പിറന്നാ മാത്രം പോരല്ലോ മോളെ. ആ കുഞ്ഞിന്റെ അച്ഛനൊപ്പം പ്രീതിക്ക് ജീവിക്കാനും കഴിയണ്ടേ? അതെ അമ്മ. മോളെ, അമ്മ ആൽത്തറ അമ്പലത്തിൽ ഒരു വഴിപാട് നേർന്നിട്ടുണ്ട്. വിളിച്ച വിളിപ്പുറത്തുള്ള ദേവിയ. അവിടെ തുലാഭാരം നടത്തി തൊട്ടില് കെട്ടി പ്രാർത്ഥിച്ച ദീർഘമാംഗല്യവും സന്താന ഭാഗ്യവും എല്ലാം ഉറപ്പാ. പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാൻ മൂക്ക് കഴിയോ? ആ, അതിനിപ്പോ എന്താ അമ്മ? അമ്മയ്ക്ക് സൗകര്യമാണെങ്കിൽ പറ, നാളെ തന്നെ ഞങ്ങൾ വന്നേക്കാം. എനിക്കെന്താ സൗകര്യക്കേട്? നാളെ തന്നെ പോയേക്കാം. ഹോട്ടലിൽ നോക്കാനാണെങ്കിൽ ഇപ്പോ ഷാരി കൂടെ ഉണ്ടല്ലോ. ഷാരികേച്ചി ഇവിടെ ഉണ്ടോ? ആ, അവളിനി എന്നും ഇവിടെ ഉണ്ടാവുന്നാ തോന്നുന്നത്. അമ്മ എന്തായി പറയുന്നേ? എടി, രാജീവ് സാറിന്റെ അമ്മയുടെ അടുത്ത് മര്യാദകേട് കാണിച്ച ശേഷം അവൾ ഇറങ്ങി വന്നത്. എന്നിട്ടും സാറത് ക്ഷമിച്ച് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇവിടെ വന്നു. ആ സാറിനെ അവള് തറതല പറഞ്ഞ് ഇറക്കി വിട്ടു. ആണുങ്ങൾ എത്രമാത്രം ക്ഷമിക്കുന്ന? രാജീവ് സാറിന് അമ്മയുടെ ഞാൻ എന്ത് മര്യാദകേട കാണിച്ചെന്നും അതെന്തിനാന്നും അമ്മയ്ക്കറിയാലോ. ഭക്ഷണത്തിൽ എലിവിഷവും ഭാഷാണോ വിളമ്പി വിരുന്നൂട്ടുന്നാണോ അമ്മ കുടുംബം? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ കുടുംബം ഇനി വേണ്ട. എടി, ഷാരിക്ക് വന്നു കയറാൻ ഇപ്പൊ ഈ വീടേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്കും ഞാനൊരു ബാധ്യതയാണെങ്കിൽ ചത്തൊഴിഞ്ഞങ്ങ് തന്നേക്കാം. മോളെ, ചേച്ചി അതിന് സമ്മതിക്കാതെ എന്നെ എന്തിനാ എവിടെയിട്ട് ഇങ്ങനെ നീറ്റുന്നേ? വിട് ഷാരിയേച്ചി. അമ്മ, എന്താ അമ്മ ഇതൊക്കെ? എടി, ഞാൻ അതിന് അവളോട് ഇവിടെ താമസിക്കണ്ടെന്ന് വല്ലതും പറഞ്ഞോ? എന്നെ മനസ്സിലാക്കാൻ മാത്രം ഇവിടെ ആരുമില്ലല്ലോ ദൈവമേ. അമ്മയും തുടങ്ങി കരച്ചില്. മകള് തന്നെയെന്ന് കൂട്ടിക്കോളൂ തിരുമേനി. ശാലിനിയുടെ ഭർത്താവിന്റെ അനിയത്തിയാ പ്രീതി.
ഇവിടത്തെ വഴിപാടിനെ പറ്റി ദൂരദേശങ്ങളിൽ വരെ ഖ്യാതിയുണ്ട്. ക്ഷിപ്രപ്രസാദിനിയായ ദേവിക്ക് മുന്നിൽ വഴിപാട് കഴിച്ച് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ സുമംഗലികൾക്ക് വരെ സന്താനഭാഗ്യമുണ്ടായിട്ടുണ്ട്. ദേവി, മോളെ അമ്മേ. ആർക്കാണ് വഴിപാട്? ഇവക്കാ. പൂജയുടെ ഭാഗമായി സുമംഗലിക്ക് തുലാഭാരം കഴിക്കണം. ഒടുവിൽ ഒരു തൊട്ടിലെടുത്ത് ആൽമരത്തിൽ കെട്ടുന്നതോടെ പൂജാവിധികൾ പൂർണ്ണമായി. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചാണ് തൊട്ടിൽ കെട്ടേണ്ടത്. രണ്ടുപേരും നന്നായി പ്രാർത്ഥിച്ചോളൂ.